In this video, we are going to study about the introductory part of group theory. So, we want to study the group theory in detail, but before that, you have to know some of the important concepts in group theory. Which are they? Which are symmetry, symmetry elements, and symmetry operation. So, what is mean by symmetry? That is the important concepts in group theory. What is symmetry? Symmetry means that a certain portion of an object looks exactly like another portion of the same object, or we can say that they are having indistinguishable configuration. So once we can define the term symmetry, an object is said to possess symmetry if it can take up two or more spatial orientation that are indistinguishable from each other. That is, if it can take up two or more equivalent orientation. So these are the two terms we are using in order to define symmetry, which are the indistinguishable configuration or equivalent orientation. That means അതായത് ഒറിജിനൽ കോൺഫിഗറേഷൻ എന്താണോ അതിനോട് ഈക്വലന്റ് ആയിട്ടുള്ളത്, ഒരിക്കലും അതുപോലെ തന്നെയുള്ളതല്ല, എന്താണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ സിമെട്രി ഈസ് എവ്രിവെയർ ഇൻ ദ വേൾഡ്. നമുക്കറിയാം, ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എനിമൽസ്, പ്ലാന്റ്സ്, ക്രിസ്റ്റൽസ്, ഈവൻ ഹ്യൂമൻ ബീങ്സ് ആർ ഹാവിങ് സിമെട്രി അല്ലെ. നമ്മുടെ സെന്ററിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും ബട്ടർഫ്ലൈ. ഇറ്റ്സ് ഹാവിങ് ലൈൻ ഓഫ് സിമെട്രി അല്ലെ, രണ്ട് ഈക്വൽ പോർഷൻസ് ആണ്. Then this flower is also having symmetry. നമ്മൾ ഇതിനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഈക്വൽ പോർഷൻ കിട്ടും. അപ്പൊ ഫസ്റ്റ് പോർഷൻ എന്താണ്? ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ഓർ ഈക്വലന്റ് ടു ദ സെക്കൻഡ്. സോ ദേ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓർ ഈക്വലന്റ് കോൺഫിഗറേഷൻ. Then the face of this tiger, also starfish, and this spider, and all these having symmetry. Okay. So symmetry plays an important role in the molecular spectroscopy, quantum mechanics, determination of structure of molecule, and stereochemistry. So there is the importance of symmetry in chemistry. In chemistry, symmetry plays an important role because the molecules are having symmetry. And this symmetry plays important role in explain molecular spectroscopy, quantum mechanics, also determine the structure of molecule, and we can find out the configuration of the molecule. So what is mean by group theory? അപ്പൊ എന്താണ് ഗ്രൂപ്പ് തിയറി എന്ന് വെച്ചാല് സിസ്റ്റമാറ്റിക് ഡിസ്കഷൻ ഓഫ് സിമെട്രി ഈസ് കോൾഡ് ഗ്രൂപ്പ് തിയറി. അപ്പൊ നമുക്ക് സിമെട്രി എന്താണെന്ന് നമ്മൾ പറയും, സിമെട്രി എലമെന്റ്സ് എന്താ, സിമെട്രി ഓപ്പറേഷൻ എന്താ, ഇക്കാര്യങ്ങളൊക്കെ പറയും. അതിനൊക്കെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസ്കസ് ചെയ്യണതാണ് ഇത് ആക്ച്വലി ഗ്രൂപ്പ് തിയറി. ആക്ച്വലി ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞാൽ അതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. പക്ഷെ ആ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ കെമിസ്ട്രിയിൽ ഉപയോഗിക്കാം എന്നുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് തിയറി. പക്ഷെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിനെ നമ്മൾ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? അവിടെ ഒരു ഇന്റർമീഡിയറ്റ് വേണം അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ടൈട്രേഷൻ നടത്തുമ്പോൾ ഒരു രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് എൻ പോയിന്റ് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു ഇൻഡിക്കേറ്റർ വേണം അല്ലെ. ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അതിനെ നമ്മൾ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇവരെ തമ്മിൽ നമുക്ക് എന്താ പറയാ, തമ്മില് ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ വോളിമെട്രിയിൽ ചെയ്യില്ലേ, രണ്ട് സൊല്യൂഷൻ തമ്മിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, എവിടെയാണ് ഇത് അവസാനിക്കുക? അപ്പൊ അതിന് ഇൻഡിക്കേഷൻ എന്താണ്? ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിനെ നമ്മൾ കെമിസ്ട്രിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവരെ തമ്മിൽ ഇന്റർ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണ് ആക്ച്വലി എന്തെന്ന് പറയണത് ഈ സിമെട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സിമെട്രീനെ നമ്മൾ ഗ്രൂപ്പ് തിയറി കോൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വി ഗെറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻഫോർമേഷൻ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് വൺ. അതായത് സിമെട്രി നമ്മൾ ഗ്രൂപ്പ് തിയറിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇൻഫോർമേഷൻസ് കിട്ടും റിഗാർഡിംഗ് ദ ജോമെട്രി, ഇലക്ട്രോണിക് സ്ട്രക്ചർ, ഫോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, കോറിലേഷൻ ഡയഗ്രാം. കോറിലേഷൻ ഡയഗ്രാം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഇൻ പെരിസൈക്ലിക് റിയാക്ഷൻ. അതുപോലെ തന്നെ ലിഗാൻഡ് ഫീൽഡ് തിയറി, കോംപ്ലക്സുകളുടെ
മോളിക്യൂളുകളുടെ കേസിൽ. സോ ഓൾ ദീസ് ആർ ഇന്റർ റിലേറ്റഡ്. അപ്പൊ ഗ്രൂപ്പ് തിയറി എന്ന് ഞാൻ പറഞ്ഞു, ഗ്രൂപ്പ് തിയറി എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അതിനെ നമ്മൾ കെമിസ്ട്രിയിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ഇന്റർ കണക്ടിങ് കോൺസെപ്റ്റ് വേണം. അതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? സിമെട്രി. അപ്പൊ സിമെട്രി എന്ന കോൺസെപ്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? എന്താ സിമെട്രി എന്ന് പറഞ്ഞാല് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പാർട്ട് എക്സാക്ട്ലി ഈക്വലന്റ് ആയിരിക്കണം അതിന്റെ നെക്സ്റ്റ് പാർട്ടിനോട്. അതിനാണ് നമ്മൾ സിമെട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ സിമെട്രി എന്ന കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ രണ്ട് ടേംസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുക: ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയന്റേഷൻ ഓർ ഈക്വലന്റ് ഓറിയന്റേഷൻ. ദേ ആർ നോട്ട് ഐഡന്റിക്കൽ, ദേ ആർ ഇൻസ്റ്റഡ് ദേ ആർ ഈക്വലന്റ് ഓർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ സിമെട്രി എന്താന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിന് സിമെട്രി ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് രണ്ട് ടേംസ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് എന്ത്? സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി എലമെന്റ്സ്. ഓക്കെ, സോ ദ ആസ്പെക്ട് ഓഫ് സിമെട്രി ഓഫ് എനി ഓബ്ജക്റ്റ് ആർ ജനറലി കൺസിഡേർഡ് ഇൻ ടേംസ് ഓഫ് സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി എലമെന്റ്. അപ്പൊ നമുക്ക് ഒരു ഓബ്ജക്റ്റിന് സിമെട്രി ഉണ്ട് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ അതിനെ എന്തെങ്കിലും ആയിട്ട് ഒരു കോറിലേറ്റ് ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ചുമ്മാ പറയാൻ പറ്റുമോ? ഒരു ഓബ്ജക്റ്റിന് സിമെട്രി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ തൊട്ടു മുന്നിൽ കണ്ട പിക്ചറിൽ നമ്മൾ കണ്ടു, ഇപ്പൊ ബട്ടർഫ്ലൈന്റെ കേസിൽ അതിന് എന്തുകൊണ്ടാണ് സിമെട്രി ഉണ്ടെന്ന് പറയുന്നത്? അതിന്റെ സെന്റർ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അവിടെ നമ്മൾ എന്താണ് അല്ലെങ്കിൽ അതിന് സെന്ററിൽ കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിലാണ് നമുക്ക് എന്തെന്ന് പറയാം? അതിന്റെ രണ്ട് സൈഡും ഈക്വലന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെ നമ്മളൊരു ഓപ്പറേഷൻ നടത്തി. എന്താ നമ്മുടെ ഓപ്പറേഷൻ? നമ്മളൊരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ ഒരു സിമെട്രി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കോറിലേറ്റഡ് വിത്ത് ടു ടേംസ്. ദേ ആർ വാട്ട്? സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി element. അപ്പൊ എന്താ സിമെട്രി ഓപ്പറേഷൻ എന്ന് നോക്കാം. വാട്ട് ഈസ് സിമെട്രി ഓപ്പറേഷൻ? സിമെട്രി ഓപ്പറേഷൻസ് ആർ സിംപ്ലി ജോമെട്രിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് റിഫ്ലക്ഷൻ, റൊട്ടേഷൻ ഓർ ഇൻവേർഷൻ. റിഫ്ലക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ ആണ് കാണുന്നത്. റൊട്ടേറ്റ് ചെയ്യുക, അല്ല ഇൻവേർഷൻ നടത്തുക. വിച്ച് വെൻ പെർഫോംഡ് ഓൺ എ മോളിക്യൂൾ ഗീവ്സ് റൈസ് ടു ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ ഓഫ് ദ molecule. So that is one concept, that is symmetry operation. So what is symmetry operation? Symmetry operation are simply geometrical operations such as reflection, rotation or inversion, which when performed on an object or a molecule give rise to indistinguishable configuration. Then what is meant by symmetry element? Symmetry elements are geometrical entities such as point, line or plane. ഇപ്പൊ ഒരു പോയിന്റ് ആവാം, ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആവാം. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ ഇറ്റ്സ് എ ലൈൻ ദാറ്റ് ഡിഫൈൻ ദ സിമെട്രി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഓക്കെ, സോ സിമെട്രി എലമെന്റ്സ് ആർ ജോമെട്രിക്കൽ എൻറ്റിറ്റീസ് സച്ച് എസ് പോയിന്റ്, ലൈൻ ആൻഡ് പ്ലെയിൻ ദാറ്റ് ആർ പ്രസന്റ് ഇൻ എ മോളിക്യൂൾ about which when symmetry operations are performed. അപ്പൊ ഈ ജോമെട്രിക്കൽ എൻറ്റിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നടത്തേണ്ടത്? വി ആർ കണ്ടക്ടിങ് ദ സിമെട്രി ഓപ്പറേഷൻ. ഏതാ സിമെട്രി ഓപ്പറേഷൻ? ഇറ്റ് മേ ബി റിഫ്ലക്ഷൻ, റൊട്ടേഷൻ ഓർ ഇൻവേർഷൻ ആർ പെർഫോംഡ് ഓൺ ദ മോളിക്യൂൾ. ആസ് എ റിസൾട്ട് വി ഗെറ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ configuration. So in order to define the symmetry of an object, we need these two terms. They are symmetry operation and symmetry element. So it should be understood that the existence of symmetry element is depend on the existence of symmetry operation. For symmetry operation നടക്കണമെന്നുണ്ടെങ്കിൽ there should be എക്സിസ്റ്റൻസ് ഓഫ് സിമെട്രി എലമെന്റ്. കാരണം എന്താണ്? ഒരു സിമെട്രി എലമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? വി ക്യാൻ കണ്ടക്ട് എ സിമെട്രി ഓപ്പറേഷൻ. സോ സിമെട്രി എലമെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സിമെട്രി ഓപ്പറേഷൻ. സോ ദീസ് ടു ടേംസ് ആർ ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ്. Okay, so it is a common practice to say that a symmetry element generate a symmetry operation. So come to the case of water molecule. നമുക്ക് ഇപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ അപ്പോൾ സിമെട്രിയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മോളിക്യൂളിനെ പറ്റി പറഞ്ഞാൽ ഉടനെ എന്ത് വേണം? നമുക്ക് അതിനെ പറ്റിയിട്ട് അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പൊ വാട്ടർ മോളിക്യൂൾ എന്ന് കേട്ടാൽ അതിന്റെ സ്ട്രക്ചർ എന്താണ്? ഇറ്റ്സ് ഹാവിങ് എ ബെൻഡ് സ്ട്രക്ചർ. ഒരു പ്ലാനാർ മോളിക്യൂൾ ആണ്, ബെൻഡ് ഷേപ്പ് സ്ട്രക്ചർ ആണ്, അല്ലെ? ഇപ്പൊ വാട്ടർ മോളിക്യൂളിന്റെ എന്താണ്? ഇപ്പൊ വാട്ടർ മോളിക്യൂൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് സിമെട്രി ഓപ്പറേഷൻ, എന്താണ് സിമെട്രി എലമെന്റ് എന്നാണ്. ഇപ്പൊ വാട്ടർ മോളിക്യൂളിന് ഇറ്റ്സ് ഹാവിങ്
if we are having an axis, it's having an axis passing through oxygen. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും ഓക്സിജൻ സെന്ററിൽ H1 H2 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, 2 ഹൈഡ്രജൻ. അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഓക്സിജൻ ഈ കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ. ഓക്കെ, സോ ഒരു ലൈൻ അല്ലെങ്കിൽ ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഐ എം ഗോയിങ് ടു റൊട്ടേറ്റ് ദിസ് മോളിക്യൂൾ അബൌട്ട് 180 ഡിഗ്രി. നമ്മൾ ഈ മോളിക്യൂളിനെ ഈ ലൈനിൽ പിടിച്ച് അല്ലെങ്കിൽ ഈ ആക്സിസിൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? H1ന്റെ പ്ലേസിൽ ആര് വരും? H2 വരും. H2ന്റെ പ്ലേസിൽ H1 വരും. അപ്പൊ ഞാൻ ഈ H1 H2 എന്ന് കൊടുത്തേക്കുന്നത് ഹൈഡ്രജൻ, ഫസ്റ്റ് ഹൈഡ്രജൻ, സെക്കൻഡ് ഹൈഡ്രജൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കറിയാം വാട്ടർ മോളിക്യൂൾ ഒരിക്കലും ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ 2 കൊടുക്കില്ല. 2 ഹൈഡ്രജൻ എന്താണ്? എക്സാക്ട്ലി ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വലന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ റൈറ്റിലോട്ട് വന്നു, റൈറ്റിലുള്ള ഹൈഡ്രജൻ ലെഫ്റ്റിലോട്ട് വന്നു. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്? ദേ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓർ ദേ ആർ equivalent configuration. അപ്പൊ നമ്മൾ ഇവിടെ നടത്തിയ ഓപ്പറേഷൻ എന്താണ്? We are doing rotation. So that is the symmetry operation. And which is the symmetry element? The axis or the line which is passing through oxygen. So നമുക്കറിയാം അപ്പോൾ ഇവിടെ ഈ ആക്സിസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത്, ഈ ആക്സിസിൽ കൂടെയാണ് നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? റൊട്ടേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി എലമെന്റ്സ് ആർ interrelated or correlated. ഓക്കെ, അപ്പൊ സിമെട്രി, ഈ വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ നമ്മളിവിടെ നടത്തിയ റൊട്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമെട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ആക്സിസ് അല്ലെങ്കിൽ ലൈൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ഓക്സിജൻ ആണ് എന്തെന്ന് പറയുന്നത്? സിമെട്രി എലമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി എലമെന്റ്സ് ആർ interrelated, or it is a common practice to say that a symmetry element generates a symmetry operation. Symmetry element ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടത്താൻ പറ്റുള്ളൂ? We can conduct a symmetry operation. Then when it becomes a symmetry operation, if the result after the operation we get an indistinguishable or equivalent configuration. Okay. Then all the symmetry element existing for a molecule passes through a common point, namely the center of gravity of the molecule. അപ്പോൾ ഒരു മോളിക്യൂളിലുള്ള സിമെട്രി എലമെന്റ്സുകളെല്ലാം, ഇപ്പൊ നമ്മൾ പറഞ്ഞ സിമെട്രി എലമെന്റ്സ് എന്താവാണ്? ഒന്നില്ലെങ്കിൽ പോയിന്റ് ആവാം, ലൈൻ ആവാം, അല്ലെങ്കിൽ പ്ലെയിൻ ആവാം. ഈ സിമെട്രി എലമെന്റ്സുകളെല്ലാം ഏതി കൂടെ കടന്നു പോകണം? ഇറ്റ് ഷുഡ് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ മോളിക്യൂൾ. അല്ല, ഇപ്പൊ നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ കേസ് എടുത്തു. അപ്പൊ ഇതിലെ ഏതി കൂടെയാണ് ലൈൻ കടന്നു പോകുന്നത്? ഇറ്റ് പാസസ് ത്രൂ ഓക്സിജൻ. ആക്ച്വലി ദാറ്റ് ഓക്സിജന്റെ സെന്ററിൽ കൂടെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ എൻറ്റയർ വാട്ടർ മോളിക്യൂളിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഏത് സിമെട്രി എലമെന്റ്സുകളായാലും, വെദർ ഇറ്റ് ഇസ് എ പോയിന്റ്, ലൈൻ ഓർ പ്ലെയിൻ, ഇറ്റ് ഷുഡ് പാസസ് ത്രൂ എ കോമൺ പോയിന്റ്, ദാറ്റ് ഇസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ മോളിക്യൂൾ. അങ്ങനെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ മോളിക്യൂളിൽ കൂടെ കടന്നു പോകുന്ന സിമെട്രി എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ 5 സിമെട്രി എലമെന്റ്സുകളേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? വൺ ഈസ് ഐഡന്റിറ്റി, സെക്കൻഡ് വൺ റൊട്ടേഷൻ, third one reflection, fourth one rotation reflection, and fifth one inversion. ഞാൻ പറഞ്ഞു സിമെട്രി എലമെന്റ്സുകളും സിമെട്രി ഓപ്പറേഷൻസും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് സിമെട്രി എലമെന്റ്സ് ഓർ സിമെട്രി ഓപ്പറേഷൻ. സോ ദ ഫസ്റ്റ് സിമെട്രി ഓപ്പറേഷൻ ഈസ് ഐഡന്റിറ്റി. What is meant by identity? Identity എന്ന് വെച്ചാൽ doing nothing. And this is the symmetry operation possessed by all the molecules. എല്ലാ മോളിക്യൂളിലും കാണുന്ന ഒരു സിമെട്രി ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഐഡന്റിറ്റി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് ഡൂയിങ് നത്തിങ്, അതായത് നമ്മൾ ഒന്നും ചെയ്യണില്ല. അപ്പൊ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ആ മോളിക്യൂളിന് സെയിം കോൺഫിഗറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ലെങ്കിൽ ഈക്വൽ സെയിം കോൺഫിഗറേഷൻ ആയിരിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സിമെട്രി എലമെന്റ് യൂസ് ചെയ്യണത്? But this symmetry element is having very important role in defining the some of the applications of group theory. Okay, so identity operation of a molecule is having very important role in explain the application of group theory. ഇപ്പൊ an example പറയുകയാണെങ്കിൽ ഇപ്പോൾ മാത്സിൽ നമുക്കറിയാം
വണ്ണിന്റെ റോൾ എന്താ? അപ്പൊ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം നമ്പർ കിട്ടുക. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെയിം നമ്പർ കിട്ടുക. പിന്നെ എന്താ വണ്ണിന്റെ റോള്? നമുക്കറിയാം വണ്ണിന് മാത്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അപ്പൊ അതേ റോള് തന്നെയാണ് ഇവിടെ ഐഡന്റിറ്റിക്ക് ഉള്ളത്. നമ്മൾ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സിൽ നമ്മൾ ഗ്രൂപ്പ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദിസ് ഐഡന്റിറ്റി ഓപ്പറേഷൻ ഈസ് ഹാവിംഗ് വെരി ഇമ്പോർട്ടന്റ് റോൾ. Actually, what is identity? It is doing nothing, and this is the symmetry operation in which all the molecule possess.